ഉദയപൂർ ആ ശരി ശരിയാ കറക്റ്റ്. ഒരു കുഴപ്പമില്ല. കൈ നട്ടായിരുന്നു. ആ ആ ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷമുള്ള എൻ്റെ ഒരു വ്ളോഗാണ്. ഷോർട്സൊക്കെ ഇട്ടും ലഞ്ച് ബോക്സൊക്കെ ഇട്ട് അങ്ങ് തട്ടിക്കുട്ടി പോകുമായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും നമുക്കൊരു വ്ളോഗ് തന്നെ ആയിക്കളയാൻ വിചാരിച്ചു. അപ്പോൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമ്മളിത് പൂജ ഹോളിഡേയ്സിൻ്റെ സമയത്ത് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആട്ടോ. ഞങ്ങളുടെ ഒരു ചെറിയ ഒരു വെക്കേഷൻ, അതിൻ്റെ വിശേഷങ്ങളും പ്രോപ്പർട്ടി വിശേഷങ്ങളൊക്കെ ഉള്ളൊരു വ്ളോഗാണ്. അപ്പോൾ ബാംഗ്ലൂർ ടു തേക്കടി ആയിരുന്നു. സോ വെളുപ്പിനെ ഒരു 4:30 ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് തിരിച്ചു. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1:30 ആയപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിയിലെത്തി. അപ്പോൾ WGH പോയിട്രി എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലത്താണ് നമ്മൾ 2 നൈറ്റ് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇത് മുമ്പ് സരോവർ പോർട്ടിക്കോട് പ്രോപ്പർട്ടി ആയിരുന്നു. ഇപ്പോൾ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ എന്തായാലും 1:30 ആയപ്പോൾ എത്തി. ടുവേർഡ്സ് ദി എൻഡ് നമ്മൾ ഈ പ്രോപ്പർട്ടി അവസാനം എത്തുന്ന സമയത്ത് കുറച്ച് സ്റ്റീപ്പായിട്ടുള്ള റോഡ്സാണ്, ഒരു മല കയറി വേണം വരാൻ. അപ്പോൾ അത് കുറച്ചൊരു ഇതാണ്, ഭയങ്കര റിസ്ക്കി അല്ല, ബട്ട് അഗൈൻ കുറച്ച് കോഷ്യസ് ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് തന്നെ വേണം. അപ്പോൾ എന്തായാലും എത്തി. അപ്പോൾ നമ്മുടെ എൻട്രൻസിൻ്റെ ഒരു സൈഡിലായിട്ട് ഗണപതിയുടെ ഒരു വിഗ്രഹമൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കാണിക്കുന്ന സ്പേസാണ് ഇവരൊരു പാർക്കിംഗ് സ്പേസ് ആയിട്ടുള്ളത്. നേരെ കാണുന്നതാണ് റിസപ്ഷൻ. ഞാൻ പറഞ്ഞ കണക്ക് ഇതൊരു ഹിൽ ടോപ്പ് ആയതുകൊണ്ട് അത്യാവശ്യം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ എവിടെ നിന്നാലും നമുക്ക് കിട്ടും. അങ്ങനെ ഒരു സ്ഥലത്താണ് ഈ ഒരു റിസോർട്ട് ഉള്ളത്. അപ്പോൾ റിസപ്ഷനിൽ അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു കേട്ടോ. ബേസിക്കലി കുറേ നോർത്ത് ഇന്ത്യൻ ക്രൗഡ്സ് ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ കുറേ ഫോറിൻ ഗസ്റ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ റൂം റെഡി ചെയ്യാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാം. മീൻ ടൈം റിസപ്ഷൻ്റെ അടുത്തുള്ള കാര്യങ്ങളൊക്കെ ഞാനങ്ങ് ഷൂട്ട് ചെയ്യായിരുന്നു. അപ്പോൾ അവിടെ ഒരു ബോർഡുണ്ട്. അവിടെ ഓൾമോസ്റ്റ് എല്ലാ ദിവസത്തെ ആക്ടിവിറ്റീസും ഒക്കെ ഇട്ടിട്ടുണ്ടാവും. എവറി ഡേ കുറേ പെർഫോമൻസസ്, എന്താ പറയുക, കൾച്ചറൽ പെർഫോമൻസസ് ഒക്കെ ഉണ്ടാവും. പിന്നെ റിസപ്ഷനിൽ നിന്ന് റൈറ്റിലേക്ക് പോകുകയാണെങ്കിൽ ഈ ഒരു ഷോപ്പുണ്ട് കേട്ടോ. സുവനിയേഴ്സും പിന്നെ ജുവല്ലറീസും ഡ്രസ്സസും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കിട്ടും. ഞാൻ ജസ്റ്റ് കയറിയതേ ഉള്ളൂ, ഒന്നും വാങ്ങിച്ചില്ല. ബേസിക്കലി അതൊരു, എനിക്ക് തോന്നുന്നു, ഒരു ഫോറിൻ ഗസ്റ്റോ അല്ലെങ്കിൽ വേറെ ക്രൗഡ്സിനും എന്തെങ്കിലുമൊക്കെ സുവനിയർ ഉണ്ടെങ്കിൽ വാങ്ങിക്കാമെന്ന് വെച്ചിട്ടായിരിക്കും. കുറച്ച് എക്സ്പെൻസീവ് ആണ്. കശ്മീരി ഡ്രസ്സസൊക്കെ ഉണ്ട്, സ്റ്റോൾസൊക്കെ. പിന്നെ നമുക്ക് ഇവിടുത്തെ ഒരു പോപ്പുലർ സാധനമാണ് ഇവിടുത്തെ ഇൻഫിനിറ്റി പൂൾ. അപ്പോൾ അതിൻ്റെ വ്യൂ നമുക്ക് റിസപ്ഷൻ്റെ അവിടെ നിന്ന് കിട്ടും. പിന്നെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് റിസപ്ഷനിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോഴാണ് അവർ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് കോഫി, ടീ, ഹണി ഇതൊക്കെ അവരുടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാനും പറ്റും. അപ്പോൾ അങ്ങനെ നിന്നപ്പോൾ നമ്മുടെ റൂമിലേക്കുള്ള കീ കിട്ടി. നമ്മൾ നേരെ റൂമിലേക്ക് പോവാണ്. ബഗ്ഗിയിലാണ് പോകുന്നത്. കാരണം ആസ് ഐ സെഡ് ഇതൊരു ഹിൽ ടോപ്പ് ആയതുകൊണ്ട് ഇതിൻ്റെ ഒരു നമുക്ക് താഴോട്ട് ഇറങ്ങി വേണം നമുക്ക് റൂമിൽ പോകാൻ റിസപ്ഷനിൽ നിന്ന്. അപ്പോൾ നമ്മൾ ബഗ്ഗിയിൽ ബാഗും നമ്മളൊക്കെ ആയിട്ട് പോവാണ്. സോ വി ബുക്ക്ഡ് ഫോർ എ കോട്ടേജ് സ്റ്റേ ആണ് നമ്മൾ പ്രിഫർ ചെയ്തത്. പല കാറ്റഗറീസ് ഓഫ് റൂമുണ്ട്. കോട്ടേജസ് ആണ് കൂടുതലുള്ളത്. പിന്നെ നമ്മുടെ നോർമൽ ഡീലക്സ് റൂംസ് ഉണ്ട്. പിന്നെ കോട്ടേജ് റൂംസിൽ തന്നെ ജക്കൂസി വരുന്ന റൂമുണ്ട്. പക്ഷേ അത് ഒരെണ്ണേ ഉള്ളൂ. നമ്മൾ ബുക്ക് ചെയ്തത് കോട്ടേജ് റൂമാണ്. അപ്പം ഇതാണ് നമ്മുടെ കോട്ടേജ്. ഇതിൻ്റെ ഒരു കുട്ടി റൂം ടൂറും കൂടി ഞാൻ നടത്താം. ഞാൻ കയറി ചെന്നപാടെ നടത്തി. കാരണം കുറച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെയൊന്നും ഇരിക്കില്ല എന്നുള്ളത് നന്നായിട്ട് അറിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് കയറി വരുമ്പോൾ തന്നെ ബെഡ് ഇങ്ങനെ കാണാൻ പറ്റും. അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം നമ്മൾ ഈ ഡോർ കുറച്ച് തുറന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ പുറത്തുകൂടി പോകുന്നവർക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡായിട്ടാണ് നമ്മുടെ എ സിക്ക് റിമോട്ടില്ല. നമ്മളിവിടെ തന്നെ വന്ന് അത് കൺട്രോൾ ചെയ്യണം. പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് വാഷ്റൂം ഉള്ളത്. ബേസിക് ആയിട്ടുള്ള എല്ലാ അമ്യൂണിറ്റീസും ഉണ്ട്. ഷാംപൂസും കണ്ടീഷണർ പിന്നെ സോപ്സും എല്ലാ കാര്യങ്ങളും യൂഷ്വലി ഉള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. ആൻഡ് ദർ ഇസ് എ വെറ്റ് ഏരിയ ആൻഡ് ഡ്രൈ ഏരിയ. യൂഷ്വലി എല്ലാ ബാത്റൂമിലും കാണുന്നവർക്കാണ്. പിന്നെ ഇവിടെ നിന്ന് വ്യൂ ഉണ്ട്, അത് നല്ല രസമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാത്റൂമിൻ്റെ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ബാത്റൂമാണ്. ആൻഡ് കുറേ ഈ പറയുന്ന കണക്ക് അവർ പ്ലാസ്റ്റിക് അവോയ്ഡ് ചെയ്യുന്ന ഒരു യൂസേജാണ് അവിടുത്തെ ഒരു പ്രാക്ടീസ്. അതുകൊണ്ട് ചിരട്ടയുടെ വെച്ചുണ്ടാക്കിയ ഒരു സോപ്പ് കേസൊക്കെ ആയിരുന്നു. അതൊക്കെ നല്ല ക്യൂട്ടായിരുന്നു. ദർ ഇസ് എ ഹെയർ ഡ്രയർ വിച്ച് ഇസ് ക്വൈറ്റ് യൂഷ്വൽ ഇൻ എവറി പ്ലേസ്. പിന്നെ നമുക്ക് റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ലഗേജ് വെക്കാനുള്ള ഒരു സ്പേസ് ഉള്ളത്. അതിനോട് ചേർന്നിട്ട് നമുക്ക് കബേർഡ്സ് ഉണ്ട്, ഓർ അൽമാര അതുണ്ട്. പിന്നെ ഫുൾ സൈസ് മിററുണ്ട്. മിറർ പിന്നെ ഒരു കുറവില്ലാതെ എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. ദർ ഇസ് എ അയൺ ടേബിൾ ആൻഡ് അയൺ ബോക്സ്. പിന്നെ ലോക്കറുണ്ട്. എല്ലാ സ്ഥലത്തും നമ്മൾ കണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ദർ ഇസ് എ കോഫി കൗണ്ടർ, ചായ കോഫി അങ്ങനത്തെ കൗണ്ടേഴ്സ്. അതിൻ്റെ മുകളിലും ഒരു മിററുണ്ട്. ഈ കോഫി കൗണ്ടറിൻ്റെ താഴെയായിട്ട് ഫ്രിഡ്ജുണ്ട്, പക്ഷെ ഞാനത് കാണിച്ചില്ല. ദെൻ ദർ ഇസ് ദിസ് സോഫ കം കൗച്ച് സെറ്റപ്പ് നമുക്ക് ടി വിയുടെ നേരെ മുകളിൽ. ദെൻ ദർ ഇസ് എ ടേബിൾ. പിന്നെ ഇവിടെ ഒരു എന്താ പറയുക കൗച്ചുണ്ട്, സിംഗിൾ കൗച്ചുണ്ട്. പിന്നെ അവരുടെ ഒരു നോർമലി നമ്മൾ വെക്കുമല്ലോ, അത് പക്ഷേ ഫ്രീ അല്ല, കോംപ്ലിമെൻ്ററി അല്ല.
നമ്മളതൊന്നും എടുത്തിട്ടില്ലായിരുന്നു. ഐ തിങ്ക് ആ ഫുൾ ഒരു ബാസ്ക്കറ്റ് വാസ് അറൗണ്ട് 600 സംതിങ് അത്ര ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമ്മളൊന്നും യൂസ് ചെയ്തില്ല. പിന്നെ ഈ ബാൽക്കണി ഗെറ്റ്സ് ലൈക്ക് 10 on 10 കാരണം ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ വരുമ്പം കൂടുതലും ബാൽക്കണീസ് ഉള്ള റൂം നോക്കി എടുക്കുന്നതായിരിക്കും നമുക്ക് കുറച്ചും കൂടി ഒരു എന്താ പറയുക സ്പെഷ്യൽ ഉണ്ടാവുക. പക്ഷേ ഐ തിങ്ക് ഇഫ് ഐ എം നോട്ട് റോങ് ഇവിടുത്തെ എല്ലാ റൂംസിനും ബാൽക്കണി ഉണ്ട്. എല്ലാ കാറ്റഗറീസ് ഓഫ് റൂംസിനും, ഡീലക്സ് റൂംസ് ആണെങ്കിലും കോട്ടേജസ് ആണെങ്കിലും ഓഫ് കോഴ്സ് കോട്ടേജ് വിത്ത് ജക്കൂസി ആണെങ്കിലും എല്ലാത്തിനും ബാൽക്കണീസ് ഉണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ പച്ചപ്പും ഹരിതാപവും ഇങ്ങനെ കണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്പേസ് ആയിരുന്നു ഇത്. ഞാൻ ഒരുപാട് സമയം ഇവിടെ സ്പെൻഡ് ചെയ്തു, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ നമ്മൾ റൂം ടൂറൊക്കെ കഴിഞ്ഞു, നമ്മൾ ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. അപ്പോൾ ഞാനും എൻ്റെ കുട്ടിയും ട്വിന്നിങ് ആൻഡ് വിന്നിങ് ആണ്. പക്ഷേ ഒരു കാരണവശാലും അവൻ എൻ്റെ അടുത്ത് വന്ന് നിൽക്കില്ല. ഞാൻ കുറേ വിളിക്കുന്നുണ്ട് ഒന്ന് വന്ന് നിൽക്കുമോ നമുക്ക് ഒരുമിച്ച് നിൽക്കാമെന്ന്. പക്ഷേ കക്ഷിക്ക് താല്പര്യമില്ല. അപ്പോൾ എന്തായാലും ഒരേ പജാമാസൊക്കെ ഇട്ട് നമ്മൾ ഇനി ലഞ്ച് കഴിക്കാൻ പോവാണ്. ബിഫോർ ദാറ്റ് നമ്മുടെ റൂമിൻ്റെ തൊട്ടടുത്തായിട്ടൊരു കുഞ്ഞൊരു കേജ് പോലെ ഉണ്ട്. ഈ റാബിറ്റ്സിനെ ഇവരിവിടെ വളർത്തുന്നുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ തുറന്നൊക്കെ അവർ കാണിച്ചു. പക്ഷേ എനിക്ക് ഭയങ്കര പേടിയാണ്. പ്രത്യേകിച്ച് എനിക്ക് ഈ മൃഗങ്ങളെയൊന്നും തൊടുന്നതിനോട് എനിക്ക് പറ്റില്ല. പക്ഷേ അവരിങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവർക്ക് ഓരോരുത്തർക്കും പേരും ഉണ്ട്. മനു, കുട്ടു, എന്താ പറയുക, അങ്ങനെ ഒരുപാട് ക്യൂട്ട് നെയിംസ് ആയിരുന്നു കേട്ടോ. എനിക്കെല്ലാം മറന്നുപോയി. ഐ തിങ്ക് ഞാൻ അവരുടെ പേരിൻ്റെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടെന്ന്. പക്ഷേ ക്യൂട്ട് പേരുകളായിരുന്നു ഓരോരുത്തർക്കും. അപ്പോൾ ചിന്നു, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പേരാട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞു നമ്മൾ ജസ്റ്റ് റാബിറ്റിനെയൊക്കെ കണ്ട ശേഷം നമ്മളിപ്പോൾ ലഞ്ച് കഴിക്കാൻ പോവാണ്. സോ നമ്മുടെ പാക്കേജിൽ ബ്രേക്ക്ഫാസ്റ്റ് പ്ലസ് ലഞ്ച് ഓർ ഡിന്നർ ഇൻക്ലൂസീവ് ആയിട്ടുള്ള പാക്കേജ് ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എത്രയായിരുന്നു എന്നും നമ്മുടെ റൂമിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ പക്ഷേ ലഞ്ച് അലക്കാട്ടാണ് ഓർഡർ ചെയ്തത്. ഡിന്നർ ബുഫേ ആക്കാമെന്ന് വിചാരിച്ചു, ബിക്കോസ് ഐ എം എ ബുഫേ പേഴ്സൺ. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 2:30 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ബുഫേയും ഇല്ലായിരുന്നു. അപ്പം നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുവാണ്. യൂഷ്വലി എപ്പോഴും ഉള്ള പോലെ തന്നെ ഫുഡ് വന്നു. ഞാൻ കഴിച്ച് പകുതി ആയപ്പോഴാണ് ഫുഡ് വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ഓർത്തത്. അങ്ങനെ അരയും കാലുമായിട്ടുള്ള ഭക്ഷണം വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചപ്പാത്തിയും പനീറുമാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഞാൻ ചിരിക്കാൻ കാരണം ഞങ്ങളെ അറിയാവുന്നവർക്കറിയാം എൻ്റെ കുട്ടിയുടെ ഒരു ദേശീയ ഭക്ഷണമാണ് പനീർ. അപ്പോൾ ചപ്പാത്തിയും വറുത്തരച്ച പനീർ കറിയാണ്. പക്ഷേ വളരെ ആവറേജ് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ചിക്കൻ ഫ്രൈ ഒക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ റൂമിലേക്ക് പോകുന്ന വഴിക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് ചെടികളും മരങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് കോഫിയുടെ ആണ്. പിന്നെ ഇവിടെ കൂടുതലും കോഫിയും ഏലക്കയൊക്കെ നല്ല വളരുന്നൊരു സ്ഥലമാണല്ലോ. അപ്പം ഈ പറഞ്ഞ കണക്ക് ഹൈ റേഞ്ച് ആയതുകൊണ്ട് അതിൻ്റെയൊക്കെ ഒരു ക്ഷാമമില്ല. പിന്നെ ഇത് മൾബറിയാണ്. വേറെയും കുറേ ടൈപ്സ് ഓഫ് ചെടികൾ, കുറേ മരങ്ങൾ, അങ്ങനെ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ഈ റിസോർട്ടിൽ ചുറ്റും കാണാനായിട്ട് പറ്റും. പിന്നെ ഇവർ തന്നെ ഒരു സെപ്പറേറ്റ് ഗാർഡനിങ് ഏരിയയൊക്കെ ഉണ്ട്. അത് ഞാൻ പിന്നെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ റൂമിലേക്ക് പോകുന്ന വഴിയായിട്ട് ഈ ഒരു സെറ്റപ്പ് ഉണ്ട്. ഇവിടെയാണ് ഔട്ട്ഡോർ ആയിട്ടുള്ള പെർഫോമൻസ് നടക്കുന്നത്. മഴയില്ലാത്തപ്പോഴും വെതർ കംഫർട്ടബിൾ ആയിട്ടുള്ള വെതർ ആണെങ്കിൽ ആർട്ടിസ്റ്റുകൾ ഇവിടെ പെർഫോം ചെയ്യും. അല്ലെങ്കിൽ ഇൻഡോർ ആയിട്ടാണ്. പിന്നെ പാർക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു സ്ലൈഡും 2 സ്വിങ്ങും, അതാണ് പാർക്ക് ഏരിയ. അപ്പോൾ അതൊക്കെ കണ്ട് കുറച്ച് കഴിഞ്ഞ് നമ്മൾ റൂമിൽ നിന്ന് നേരെ സ്വിമ്മിങ്ങിലേക്ക് പോയി. കാരണം ഇൻഫിനിറ്റി പൂൾ ആയതുകൊണ്ട് സ്വിം ചെയ്യാൻ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ നല്ല തണുപ്പുമായിരുന്നു. ടെമ്പറേച്ചർ കൺട്രോൾ പൂളൊന്നുമല്ല, നല്ല തണുപ്പുമായിരുന്നു. ഇതിന് അത്യാവശ്യം കുറച്ച് ക്രൗഡ് ഉണ്ടായിരുന്നുകൊണ്ട് കുറച്ച് നേരം നമ്മൾ സ്വിമ്മൊക്കെ ചെയ്ത് റൂമിലേക്ക് വന്ന് ഫ്രഷായി. പിന്നെയും നമ്മൾ പുറത്തിറങ്ങി. ഇത് നമ്മുടെ റൂമിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് നടക്കാനുള്ളതുണ്ട്. പക്ഷേ ഇതൊരു ഫുൾ ഓൺ ഗാർഡൻ ഏരിയ കേട്ടോ. ഒരുപാട് പൂക്കളുണ്ട്. ശരിക്കും ഞാൻ ഈ വീഡിയോയും എത്ര ഫോട്ടോ എടുത്താലും എത്ര വീഡിയോ എടുത്താലും ഈ ഒരു സ്ഥലത്തിൻ്റെ ഭംഗി നേരിട്ട് കാണുന്നതിൻ്റെ അത്രയും ജസ്റ്റിസ് ഈ വീഡിയോയ്ക്ക് ഇല്ല. ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെടികളും പിന്നെ ഇങ്ങനത്തെ കുറേ ബെഞ്ചസ് ഉണ്ട്. ബേസിക്കലി ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഫോട്ടോഷൂട്ടിനും അല്ലെങ്കിൽ ഫോട്ടോസ് എടുക്കാൻ, വീഡിയോസ് എടുക്കാനൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ ചുമ്മാ ഇരുന്ന് ബുക്ക് വായിക്കാനോ ചായ കുടിച്ചിരിക്കാനോ ഒക്കെ പറ്റിയ ഭയങ്കര ബ്യൂട്ടിഫുൾ സ്ഥലമാണ്. പക്ഷേ ഭയങ്കര സ്റ്റീപ്പാട്ടോ. നമ്മൾ കുറച്ചിങ്ങനെ കെയർഫുൾ നടക്കണം. കാരണം നമ്മൾ ഈ ബെഞ്ചസിന് ഇരിക്കാൻ വേണ്ടിയൊക്കെ കയറുമ്പോൾ നല്ല സ്റ്റീപ്പാണ്. കാരണം അവർക്ക് ആ ഒരു എന്താ പറയുക ഹില്ലി റേഞ്ച് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് നടക്കാനൊരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ കുറച്ചിങ്ങോട്ട് വരുമ്പോൾ നമുക്കിങ്ങനെ ഒരു കേവ് പോലൊരു സാധനമുണ്ട്. അപ്പോൾ ഈ ഒരു അടുത്തെങ്ങും നമുക്ക് സ്റ്റാഫിനെ അങ്ങനെ കാണാൻ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിവിടെ ഒരു വോക്കി ടോക്കി വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. കാരണം ഇതിൻ്റെ തൊട്ടടുത്താണ് ബാഡ്മിൻ്റനും ബാസ്ക്കറ്റ് ബോൾ കളിക്കുന്ന കോർട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് റിസപ്ഷനിലേക്ക് പോകാനോ റെസ്റ്റോറൻറ്റിലേക്ക് പോകാനോ അല്ലെങ്കിൽ റൂമിൽ പോകാനാണെങ്കിലും തിരിച്ച് കയറാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ വോക്കി ടോക്കിയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ വരും എന്നാണ്. പക്ഷേ നമ്മളിത് കുറേ പ്രസ് ചെയ്ത് നോക്കിയിട്ടും എനിക്കിത് വർക്കായില്ല. അതെനിക്ക് വർക്ക് ചെയ്യാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ടായിരിക്കും. എന്തായാലും പിന്നെ നമ്മളത് ഉപേക്ഷിച്ചു. കാരണം ഇവിടെ നിന്ന് നമുക്ക് പിന്നെ റെസ്റ്റോറൻറ്റിലേക്കൊക്കെ പോകാൻ നല്ല നടക്കണം.
അപ്പോൾ പ്രായമായിട്ടുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ ഈ ഒരു ബാഡ്മിൻ്റൺ കോർട്ടിൻ്റെ ഒരു സൈഡിൽ അവരൊരു മൊബൈൽ നമ്പർ വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ പേഴ്സണൽ ഫോണിൽ നിന്ന് വിളിച്ച് കഴിഞ്ഞാലും അവർ വരും കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ബാഡ്മിൻ്റൺ കളിച്ചു, പിന്നെ നമ്മൾ ബാസ്കറ്റ് ബോളൊക്കെ കളിച്ചു, അവിടെ ഇരുന്നു. അത്യാവശ്യം തണുപ്പുണ്ട്, ഭയങ്കര തണുപ്പെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അത്യാവശ്യം തണുപ്പുള്ള ഒരു സമയമായിരുന്നു. പിന്നെ നമ്മൾ കുറേ ഇങ്ങനെ സ്ലോ മോഷനായിട്ട് വീഡിയോസ് എടുത്തു, ഫോട്ടോസ് എടുത്തു. പക്ഷേ എൻ്റെയും കൊച്ചിൻ്റെയും ഡ്രസ്സൊന്നും വളരെ ഒരു എന്താ പറയുക, ഫോട്ടോ എടുക്കാൻ പറ്റിയ വലിയ മെനയുള്ള ഡ്രസ്സല്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെ അടുത്ത ദിവസമാണ് വന്ന് ഇവിടെ കുറച്ച് പിക്ചേഴ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ വളരെ ബ്യൂട്ടിഫുൾ സ്ഥലമാണ് കേട്ടോ. പിന്നെ നമ്മൾ നമ്മൾ പോയത് ഇൻഡോർ പ്ലേ ഏരിയ ആണ്. ഇത് റിസപ്ഷനോട് ചേർന്നിട്ടാട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ കണക്ക് നമ്മുടെ റൂമിൽ നിന്നും ഇപ്പോൾ നമ്മൾ വന്ന ഒരു സ്ഥലത്തു നിന്നൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നടക്കാനുണ്ട്. അപ്പോൾ ഇവിടെ TT ഉണ്ട്, പിന്നെ നമുക്ക് ഫുട്ബോൾ ഉണ്ട്, 2 ടൈപ്പ്. നമുക്കിങ്ങനെ ജസ്റ്റ് കാലുകൊണ്ട് തട്ടി കളിക്കാൻ പറ്റുന്ന ടൈപ്പുണ്ട്, പിന്നെ കുട്ടികൾക്കുള്ള ചെറിയ ടോയ്സൊക്കെ ഉണ്ട്, പിന്നെ സ്നേക്ക് ആൻഡ് ലാഡറും ലൂഡോ അങ്ങനത്തെ അത്യാവശ്യം നമുക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന കുറേ ഇൻഡോർ ഗെയിംസ് ഉണ്ട്. അപ്പോൾ ഇവിടെ വേറൊരു കുട്ടി ഉണ്ടായിരുന്നു എൻ്റെ മോൻ്റെ കൂടെ കളിക്കാൻ. അപ്പോൾ അവർ കുറച്ച് സമയം ഇവിടെ കളിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചധികം സമയം തന്നെ യൂഷ്വലി നമ്മൾ റിസോർട്ടിലേക്ക് പോകുന്നതിനേക്കാളും ടൈം സ്പെൻഡ് ചെയ്തു, കാരണം ഹി വാസ് പ്ലേയിങ് വിത്ത് അനദർ കിഡ്. പിന്നെ ഇതിനോട് ചേർന്നിട്ടാണ് ജിമ്മ് വരുന്നത്. അപ്പോൾ ഈ സമയത്ത് ഞാൻ പോയപ്പോൾ അവിടെ വേറെ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഞാൻ പിറ്റേന്ന് വന്നിട്ട് ജിമ്മിൻ്റെ അകം ഒന്ന് ജസ്റ്റ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ട്രെഡ്മില്ലും യൂഷ്വലായിട്ടുള്ള ജിം എക്യുപ്മെൻറ്റ്സും ഡംബൽസും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഈ ഏരിയ ആയിട്ട് തീരെ പരിചയമില്ലാത്തതുകൊണ്ട് എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഞാൻ പറഞ്ഞ് വെറുതെ വെറുപ്പിക്കുന്നില്ല. ഒരു അത്യാവശ്യം ഡീസൻ്റായിട്ട് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഇതുകൊണ്ട്, പിന്നെ യോഗ മാറ്റ്സും ഉണ്ടായിരുന്നു. പിന്നെ ഈ ഫ്ലോർ ആണെങ്കിലും നമുക്ക് എന്താ പറയുക, അതിനെന്താ പറയാമെന്ന് അറിയത്തില്ല, പക്ഷേ നമുക്കിങ്ങനെ ടൈലല്ലായിരുന്നു. അപ്പോൾ നമുക്കിങ്ങനെ ജസ്റ്റ് നിന്നാലും അങ്ങനെ കംഫർട്ടബിളായിട്ടൊരു നമ്മുടെ യൂഷ്വലി കുട്ടികളുടെ പ്ലേ ഏരിയയിലുള്ള ഒരു ഫ്ലോറിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അന്നത്തെ ദിവസം വളരെ എന്താ പറയുക, പ്രൊഡക്റ്റീവായിട്ട് തന്നെ എല്ലാ സ്ഥലങ്ങളും എക്സ്പ്ലോർ ചെയ്തു. അപ്പോഴത്തേക്കും രാത്രിയായി. സോ ഡിന്നർ കഴിക്കാനുള്ള സമയമായി. അപ്പോൾ ഞാൻ ഇവിടുത്തെ റിസപ്ഷനിൽ ഒരു ബാൽക്കണിയിൽ നിന്ന് ജസ്റ്റ് ഒന്ന് വ്യൂ ഒന്ന് നോക്കുമായിരുന്നു. വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ആൻഡ് ദ വെദർ വാസ് അഗെയിൻ കോൾഡായിരുന്നു, പക്ഷെ ഭയങ്കര നമുക്ക് തണുത്ത് വിറയ്ക്കൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഇവിടെ എല്ലാ ദിവസവും ബോൺഫയർ ഉണ്ടായിരിക്കും, പക്ഷേ അന്നത്തെ ദിവസം ക്രൗഡും ഇല്ലായിരുന്നു. പിന്നെ അന്നത്തെ ദിവസം പെർഫോമൻസും ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞ കണക്ക് പെർഫോമൻസ് നടക്കുന്നത് യൂഷ്വലി അവിടെ നിന്നിട്ടായിരിക്കും, ആ ഒരു സ്റ്റേജ് പോലത്തത്, പക്ഷേ പെർഫോമൻസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പിന്നെ ഇങ്ങ് വന്നു. പിന്നെ നമ്മുടെ ഡിന്നറിനുള്ള സമയം ബുഫേ ആയിരുന്നു ഡിന്നറിനുണ്ടായിരുന്നത്. പിന്നെ ഞാൻ നോട്ടീസ് ചെയ്തത് നോൺ വെജ് ഓപ്ഷൻസ് വളരെ വളരെ ലിമിറ്റഡ് ആയിരുന്നു. ചിക്കൻ്റെ ഒരു ഐറ്റം, ഫിഷിൻ്റെതും മട്ടൻ്റെ ഒരു ഐറ്റം, പിന്നെ ഇതിൽ ചിക്കനോ അല്ലെങ്കിൽ ഫിഷിൻ്റെ ഒരു സ്റ്റാർട്ടർ അത്രേ ഉണ്ടാവുള്ളൂ. പിന്നെ കൂടുതലും വെജിറ്റേറിയൻ ഐറ്റംസ് ആയിരുന്നു. പിന്നെ സൂപ്സ് ഉണ്ട്, സാലഡ് ഉണ്ട്, എന്താ പറയുക, പല ടൈപ്പ് ഓഫ് വെജ് കറീസ് ഉണ്ട്, റൈസും പിന്നെ ഡിസേർട്ട്സ് ഒക്കെ ഉണ്ട്. ഫുഡ് ഭയങ്കര എക്സ്ട്രോർഡിനറി ആണെന്നോ അല്ലെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആണെന്നോ ഒന്നും ഞാൻ അവകാശപ്പെടുത്തില്ല. ഡീസൻറ്റ് ടേസ്റ്റാണ്, മോശം പറയാൻ പറ്റില്ല, പക്ഷേ ഓക്കെ ഭയങ്കര വാവായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഡിന്നറൊക്കെ കഴിച്ചു, കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ എണീറ്റ് ഈ ബാൽക്കണിയിൽ നിൽക്കുമ്പം ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. ഞാനത് എത്ര പറഞ്ഞാലും അവിടെ പോയി നിന്ന് എക്സ്പീരിയൻസ് ചെയ്യുമ്പം അതിൻ്റെ ഒരു പ്രത്യേകിച്ച് നമ്മളിങ്ങനെ എണീറ്റ് വരുമ്പോൾ കാണുന്ന ഈ ഒരു സൺറൈസും കാഴ്ചകളൊക്കെ വളരെ നല്ലതായിരുന്നു. നമ്മൾ എണീറ്റ് വന്നപ്പോൾ സൺറൈസൊക്കെ കഴിഞ്ഞു, കാരണം എണീറ്റത് 7 മണിയാണ്. പക്ഷേ ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ. ഞാൻ വളരെ ഹാപ്പി ആയിട്ട് ഇവിടെ നിൽക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ കുട്ടിയും വളരെ ഹാപ്പി ആയിരുന്നു ഇവിടെ നിൽക്കുന്നതിന്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ നിന്നു. പിന്നെ നമ്മൾ കോഫിയൊക്കെ കുടിച്ചു. പിന്നെ നമ്മൾ പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഇന്നത്തെ ദിവസം നമ്മൾ പുറത്ത് കുറച്ച് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഒരുപാട് നമ്മൾ തേക്കടി എക്സ്പ്ലോർ ഒന്നും ചെയ്തില്ല. പക്ഷേ നമ്മുടെ റിസോർട്ടിൽ നമ്മൾ ചോദിച്ചപ്പം ഇങ്ങനെ ഒരു എലിഫൻറ്റ് സഫാരിക്ക് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. ഞാനൊരു വലിയ ഫാനല്ല എലിഫൻറ്റ് സഫാരി അല്ലെങ്കിൽ കുതിര സഫാരിക്ക്, പക്ഷേ കുട്ടിക്ക് വേണ്ടി ഞാനും കൂടെ ഇരുന്നു എന്നുള്ളതേ ഉള്ളൂ. കാരണം കുട്ടിക്ക് മോനും ഒറ്റയ്ക്ക് ഇരുത്തരുതെന്നാണല്ലോ. അപ്പോൾ ഇത് പെർ പേഴ്സൺ 600 റുപ്പീസാണ്. മോന് പക്ഷേ ചാർജബിൾ അല്ലായിരുന്നു, കുഞ്ഞായതുകൊണ്ട്. എനിക്കൊരാൾക്ക് 600 റുപ്പീസാണ് ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു 10 മിനിറ്റ്സ് അവരൊരു ചെറിയ പറമ്പിൽ കൂടെ ഇങ്ങനെ ആനയിൽ ഇരുത്തി അങ്ങ് കൊണ്ടുപോകും. അപ്പോൾ അവിടുന്ന് നമ്മൾ പിന്നെ പോയത് ഫിലിപ്സ് ഫാമിലാണ്, ഫിലിപ്സ് ഹണി ഫാം. പുള്ളി വളരെ പോപ്പുലറായിട്ടുള്ള നാഷണലായിട്ടും സ്റ്റേറ്റ് ലെവലായിട്ടും ഒരുപാട് അവാർഡൊക്കെ കരസ്ഥമാക്കിയ ഒരു ഹണി ഫാമറാണ്. അപ്പോൾ പുള്ളിയുടെ ഈ ഒരു ഹണി എന്താ പറയുക, ഈ ചെറുതേനും വൻതേനുമാണ് പുള്ളിയുടെ ഫാമിലുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് സ്റ്റഡി നമുക്ക് പറഞ്ഞുതരാണ്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് ഹണി കോമ്പാണ്. അപ്പോൾ കറക്റ്റ് ഒരു ഹെക്സഗൺ ഷേപ്പിലാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്ക് അപ്പ് ക്ലോസ് ആയിട്ട് കാണാൻ പറ്റും കേട്ടോ. പിന്നെ പുള്ളി ഒരു എന്താ പറയുക, വൻതേനിൻ്റെ കൂടിങ്ങനെ നമുക്ക് എടുത്ത് കാണിച്ചു തരാണ്. അപ്പോൾ അവരെങ്ങനെയാണ് ആ കൂടുണ്ടാക്കുന്നതെന്ന്, അപ്പോൾ ആ കൂടിലുള്ള വെയിറ്റും കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ എടുക്കാൻ പറ്റും കേട്ടോ. പക്ഷേ നമുക്ക് പുള്ളിൻ്റെ കൈ തന്നായിരുന്നു. എനിക്ക് ഭയങ്കര സ്ട്രെസ്സായിരുന്നു പിടിക്കാൻ. പുള്ളി പറഞ്ഞാൽ നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്ന് ആട്ടിയാലോ അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഷൂ വെച്ച് കഴിഞ്ഞാൽ അവരപ്പം നമ്മളതൊന്ന് കടിക്കും.
അപ്പോൾ നമ്മളവരെ ഡിസ്റ്റർബ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അവരും ഡിസ്റ്റർബ് ചെയ്യില്ലെന്ന്. അപ്പോൾ ഞാനീ നിൽക്കുന്നത് എൻ്റെ ചങ്ക് ഇങ്ങനെ ടിക്ടിക്കെന്ന് അടിക്കുന്നുണ്ടായിരുന്നു, കാരണം കടിക്കുമെന്ന് പേടിച്ച്. പിന്നെ പുള്ളിയുടെ ഫാം ടൂറൊക്കെ കഴിഞ്ഞു. അവിടെ നമുക്ക് അവിടുത്തെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരും. പിന്നെ ചെറുതേനും വൻതേനും അവിടെ വിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൈസ് ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. ചെറുതേനാണ് ഞാൻ വാങ്ങിച്ചത്. ആക്ച്വലി ചെറുതേനാണ് അവർ വാങ്ങിക്കാൻ നമ്മൾ ഒരുപാട് പ്രൊമോട്ട് ചെയ്യിപ്പിക്കുന്നത്, നമ്മളിങ്ങനെ കുറച്ച് നിർബന്ധിക്കുന്നത്. ചെറുതേന് അറൗണ്ട് 3000 റുപ്പീസ് ആയിരുന്നു. വൻതേൻ 1 ലിറ്റർ 650. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾ ബാർഗെയിനിങ് ഒന്നും പറ്റില്ല, പക്ഷേ നിങ്ങൾ വാങ്ങിക്കണമെങ്കിൽ അതനുസരിച്ച് ഞാൻ പറഞ്ഞതാണ്. നമ്മളെന്തായാലും ചെറുതേന് വാങ്ങിപ്പിച്ചു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിലെത്തി, പിന്നെ ഫ്രഷായി. പിന്നെ ഇവിടുത്തെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഒരുപാട് വീഡിയോസിൽ ഞാൻ കണ്ടതും, ഇൻഫാക്റ്റ് റിസോർട്ടുകാരും വളരെയധികം പ്രൊമോട്ട് ചെയ്തൊരു സ്ഥലമാണ് ഈ ഒരു 360 ഡിഗ്രി വ്യൂ ഉള്ള ഈ ഒരു ബാൽക്കണി അല്ല, ഈ ഒരു എന്താ പറയുക, ടെറസ് ഏരിയ. ഇത് നമ്മുടെ റിസപ്ഷൻ്റെ നേരെ മുകളിലാണ്. റിസപ്ഷൻ്റെ സൈഡിൽ കൂടി നമുക്ക് സ്റ്റെപ്സ് എടുത്ത് വരാൻ പറ്റും. നമ്മളിപ്പോൾ നിൽക്കുന്നത് നല്ല കൊട്ടാമ്പറ ചൂടിലാണ്, അതുകൊണ്ട് ഭയങ്കര വ്യൂ ആയിട്ടൊന്നും കാണാൻ പറ്റില്ല. പക്ഷേ നമുക്ക് മലനിരകളൊക്കെ കണ്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. പിന്നെ ഇവിടെയാണ് എല്ലാ ദിവസവും വൈകുന്നേരം 5 to 6 ഒരു ഈവനിങ് ടീ ഇവിടെ വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് ചായയൊക്കെ കുടിച്ച് വ്യൂ ഒക്കെ കണ്ട്, പിന്നെ കൂടുതലും ആൾക്കാർ, ഞാനടക്കം എല്ലാവരും ഇവിടെ വന്നത് ഫോട്ടോസ് എടുക്കാനാണ്, കാരണം ഇവിടുത്തെ വ്യൂ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയതുകൊണ്ട്. അപ്പോൾ 5 to 6 ആകുമ്പോൾ ക്രൗഡ് ഉണ്ടാവും, ടീ ഉണ്ടാവും എല്ലാ ദിവസവും, ടീ കോഫി. അപ്പോൾ ഞാൻ പറയാം, നമുക്ക് ഈ ഡോറ് തുറന്ന് നമുക്ക് വെളിയിലോട്ട് പോകാൻ പറ്റും. പക്ഷേ നല്ല ചൂടായതുകൊണ്ട് ഞാൻ അധികം അങ്ങോട്ട് പോയില്ല ഇപ്പം. പിന്നെ ഈ ഒരു ബാൽക്കണി 360 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ആ ഒരു സ്പേസിൽ പോകുന്നതിന് ജസ്റ്റ് അടുത്തായിട്ട് തന്നെ ഒരു റീഡിങ് സ്പേസ് ഉണ്ട്. പിന്നെ നമുക്ക് റൈറ്റ് ചെയ്യണമെങ്കിൽ ആ സ്പേസ് ഒക്കെ ഉണ്ട്. പിന്നെ നമ്മളത് കഴിഞ്ഞ് റൂമിലെത്തി. പിന്നെ നമ്മളൊരു ബഗ്ഗി വിളിച്ചിട്ട് നമ്മൾ ഇന്നലെ കണ്ട ഗാർഡൻ ഏരിയയുടെ കുറച്ചും കൂടി താഴോട്ട് പോകുമ്പം ഇവർ തന്നെ ഇവിടെ ഒരു ചെറിയ രീതിയിലുള്ള ഗാർഡനിങ്, ഭയങ്കര ഒരുപാട് വലിയ സ്ഥലമൊന്നുമല്ല, പക്ഷേ ചെറിയ രീതിയിലുള്ളൊരു ഗാർഡനിങ് ഉണ്ട്. അതിൽ പല ടൈപ്പ് ഓഫ് വെജിറ്റബിൾസ് ആണ്. തക്കാളി ഉണ്ട്, പച്ചമുളക്, പിന്നെ ക്യാരറ്റ്സും ക്യാബേജും കോളിഫ്ലവറൊക്കെയുള്ള ഒരു ചെറിയ അവർ നട്ടു വെച്ചിട്ടുണ്ട്. പിന്നെ കത്തിരിക്ക, ഇതൊക്കെ അവർക്ക് വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ കിട്ടുള്ളൂ. പക്ഷേ അവർ ഈ ഒരു ഐഡിയലായിട്ടുള്ള സ്പേസ് വെറുതെ വെക്കണ്ട എന്ന് വിചാരിച്ച് വെച്ചതാണെന്നാണ് അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടുത്തെ ഹോസ്പിറ്റാലിറ്റി കാര്യം ഇതിനോട് ഞാൻ പറയുകയാണെങ്കിൽ അതും എനിക്ക് ഭയങ്കര ഗംഭീരമായിട്ട് തോന്നിയില്ല. മോശമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, പക്ഷേ നമ്മൾ പല സ്ഥലങ്ങളിൽ പോയിട്ട് നമുക്ക് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഹോസ്പിറ്റാലിറ്റി അല്ലെങ്കിൽ സ്റ്റാഫിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുഡ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ, വെരി ഗുഡ് എന്ന് പറയാൻ പറ്റില്ല. മോശമാണെന്നല്ല, പക്ഷേ എങ്കിലും ഞാനത് ഈ കൂട്ടത്തിൽ കൂടി പറഞ്ഞതാട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ഈ ഒരു ഗാർഡനിങ് ഒക്കെ കണ്ടു. അത് കഴിഞ്ഞ് ഇതിന് തൊട്ടടുത്ത് തന്നെ ഇവർക്കൊരു റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിൻ്റെ ഒരു വലിയ സ്ഥലമുണ്ട്. അപ്പോൾ അതും നമ്മൾ ജസ്റ്റ് കണ്ടു. അതോടുകൂടി ഈ ഒരു എന്താ പറയുക, പ്രോപ്പർട്ടിയുടെ ഒരു എക്സിറ്റിൻ്റെ ആ ഒരു ഏരിയയിലാണ് ഇത് വരുന്നത്. നമ്മൾ ഒരു റിസപ്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളെ കൊണ്ട് കാണിക്കും. അല്ലാതെ നമുക്ക് ഈ നമ്മുടെ ഒരു റിസോർട്ടിൻ്റെ വളരെ അടുത്ത് അല്ലെങ്കിൽ നമുക്ക് വിസിബിളി കാണാൻ പറ്റുന്ന സ്ഥലമല്ല, കുറച്ച് താഴോട്ടാണ് ഇത് പോകേണ്ടത്. ഞാൻ പറഞ്ഞ കണക്ക് ഗാർഡൻ ഏരിയയിൽ നിന്ന് കുറച്ച് നമ്മൾ ഇറങ്ങണം. അപ്പോൾ നമ്മൾ മെനക്കെട്ട് ഇറങ്ങാൻ പറ്റില്ല, കാരണം നല്ല സ്റ്റീപ്പാണ്. സോ ഇതാണ് ഞാൻ പറഞ്ഞ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ പറഞ്ഞ കണക്ക് കൾച്ചറൽ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിലും ഞാൻ നിന്ന് ആ 2 ദിവസം കൾച്ചറൽ ആക്ടിവിറ്റീസ് ഇല്ലായിരുന്നു. ഒരു ദിവസം മഴയായതുകൊണ്ട് ഔട്ട്ഡോർ ഉള്ളത് ക്യാൻസൽ ചെയ്തു, പക്ഷേ ഇൻഡോർ ഇല്ലായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. രണ്ടാമത്തെ ദിവസം അവർ കൾച്ചറൽ ആക്ടിവിറ്റിയിൽ പകരം ഗസ്റ്റിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ടൊരു ഫൺ പ്ലേ ആണ് ഉദ്ദേശിച്ചത്. പക്ഷേ നമുക്കിങ്ങനെ ഗെയിംസൊക്കെ, പക്ഷേ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ അതിന് വേണ്ടിയിട്ട് റിസപ്ഷൻ്റെ അവിടെ വെയിറ്റ് ചെയ്തു, പക്ഷേ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതും ക്യാൻസലായി. അപ്പോൾ അങ്ങനെ നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചാന്ന് പോയി കിടന്നു. പിറ്റേന്ന് രാവിലെ ചെക്കൗട്ട് ചെയ്യുന്ന ദിവസമാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോയും കൂടി ഞാൻ എടുക്കണ്ടെന്ന് വിചാരിച്ചു, പിന്നെ ഞാൻ ചിരിക്കട്ടെ എന്ന്. അപ്പോൾ പഴങ്കഞ്ഞി ഉണ്ടായിരുന്നു, സോസേജും മുട്ട റോസ്റ്റും, പിന്നെ മെയിൻ കോഴ്സിന് എനിക്ക് തോന്നുന്നു പാൻ കേക്ക്സ് ഉണ്ട്, പുട്ട്, അങ്ങനെ യൂഷ്വൽ ഐറ്റംസ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ റാഗി ഇഡലി, ഒരുപാട് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എഗ്സ് ടു ഓർഡർ ഉണ്ടായിരുന്നു, ദോശ, ടീ, കോഫി, പിന്നെ സാലഡ്സും കട്ട് ഫ്രൂട്ട്സും, യൂഷ്വൽ സാധനങ്ങളൊക്കെ തന്നെ കേട്ടോ. ഞാൻ വീണ്ടും പറഞ്ഞ കണക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനൊരു 3/5 കൊടുക്കും. ഭയങ്കര നമുക്കിങ്ങനെ കൊതിപ്പിക്കുന്ന ടേസ്റ്റായിട്ടൊന്നും ഇല്ലായിരുന്നു, പക്ഷേ എന്നാൽ മോശമാണോ വായുവെക്കാൻ കൊള്ളത്തെ അങ്ങനെയോ അല്ല കേട്ടോ. ഒരു ആവറേജ് ടേസ്റ്റ് ആയിരുന്നു ഫുഡിന്. ചിലത് നല്ലതായിരുന്നു, മിക്കതും പക്ഷേ ആവറേജ് ആയിരുന്നു. പക്ഷേ ദ സ്പ്രെഡ് വാസ് ക്വൈറ്റ് ഗുഡ്. കൂടുതലും വെജ് കഴിക്കുന്നവർക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് സ്പ്രെഡായിരുന്നു. അപ്പോൾ നമ്മുടെ 2 ദിവസത്തെ WGH പോയട്രിയുടെ സ്റ്റേ ഇതായിരുന്നു. ഓവറോൾ എക്സ്പീരിയൻസ് വാസ് ഗുഡ്, നല്ലതായിരുന്നു. നമുക്കൊരു 2 ദിവസത്തെ ഒരു ബ്രേക്കിന് വേണ്ടിയിട്ടൊക്കെ ആരെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു പ്രോപ്പർട്ടിയാണ്. പിന്നെ അവർക്ക് സ്പാ ഉണ്ട്, പിന്നെ അവർ തന്നെ സഫാരീസ് അവർ അറേഞ്ച് ചെയ്യും. അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസും ഫെസിലിറ്റീസും ഉണ്ട്. അതൊന്നും എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചെക്കൗട്ട് ചെയ്ത ശേഷം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ടാണ് ഈ ഗുഡി ബാഗ് പോലും ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ചെക്കൗട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാ ഗസ്റ്റിനും ഇത് കിട്ടും. അപ്പോൾ ഒരു ബാഗിൽ നമുക്ക് വാട്ടർ ബോട്ടിലും ഫ്രഷ് ജ്യൂസും പിന്നെ എന്താ പറയുക
കുക്കീസും സ്നാക്സും ഒക്കെ ഉണ്ടാകുന്ന ഒരു ബാഗ് ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ വീഡിയോയുടെ വിശേഷം. 2 ദിവസത്തെ നമ്മുടെ WGH പോയട്രിയിൽ സ്റ്റേയുടെ വിശേഷങ്ങളായിരുന്നു. അപ്പോൾ നിങ്ങളും തേക്കടിയിൽ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്, അത്യാവശ്യം നല്ലൊരു പ്രോപ്പർട്ടി നോക്കുന്നുണ്ടെങ്കിൽ ഐ ഹൈലി റെക്കമെൻഡ് ദിസ്. പിന്നെ എന്നെപ്പോലെ അമിതമായിട്ടുള്ള ഫുഡ് എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ പോവുകയാണെങ്കിൽ ദ ഫുഡ് ഇസ് ഓൾസോ പ്രിറ്റി ഓക്കെ, നോട്ട് ബാഡ്. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റേക്ക് ഉണ്ടായ എക്സ്പെൻസ് എന്ന് പറയുന്നത് നമ്മൾ താമസിച്ചത് കോട്ടേജ് റൂമിലാണ്. അപ്പോൾ നമുക്ക് 2 നൈറ്റ് വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് പ്ലസ് ലഞ്ച് ഓർ ഡിന്നർ ഓപ്ഷൻ എടുത്തതിന് ഓൾമോസ്റ്റ് 24,000 റുപ്പീസ് ആയിരുന്നു കേട്ടോ നമുക്ക് ആയത്. അപ്പോൾ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ചെക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എല്ലാ ആപ്സിലും അവൈലബിൾ ആണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.